ശ്രീകാര്യം തിരുവനന്തപുരത്തുള്ള സ്ഥലമാണ്. ശ്രീകാര്യത്തൊരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ആ സ്കൂളിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ കുട്ടികൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയെ ഔദ്യോഗിക വസതിയായ റോസ് ഹൗസിൽ എത്തി കണ്ടു. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവന്നാലോ. കാരണം അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കുട്ടികളടക്കം നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണല്ലോ, അല്ലെങ്കിൽ ഒരു അറിവ് തന്നെയാണല്ലോ നമ്മളെ സംബന്ധിച്ച്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കും മന്ത്രിക്ക് പറയാനുള്ള വാക്കുകളിലേക്കും ഒക്കെ ഒന്ന് പോകാം. Prime Minister. Narendra Modi. Our Chief Minister. Chief Minister. Name Pinarayi Vijayan. Pinarayi Vijayan. Education Minister. പേരറിയാമോ? പേര് പഠിക്കാൻ പാടല്ലേ? നാലൊരു ക്ലൂ. പത്രമൊക്കെ വായിക്കാറിയാമോ? ഞങ്ങൾക്ക് പത്രം കിട്ടൂല. ലൈബ്രറി ഇല്ല. പിന്നെ മലയാളം ഇത് പീരീഡിൽ അധ്യാപകരെല്ലാം സാർമാരെല്ലാം നന്നായി പഠിപ്പിക്കുന്നുണ്ടോ? കേരളം ഇഷ്ടപ്പെട്ടു വന്നു. കേരളത്തിലെ ഫുഡ് ഇഷ്ടമാണോ? Afghani food is very famous. But you don't get it here. അപ്പോൾ ഇവരെ നമുക്ക് കേരള ഫുഡ് കഴിക്കുന്നില്ല. കേരളത്തിൽ അവർ ഉച്ചയ്ക്ക് അവിടെ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്നാണോ ഭക്ഷണം കഴിക്കുന്നത്? വാട്ട് അവർ ദി ഫുഡ് ന്യൂ മെനു മെനു ആയിട്ടുണ്ടാവും. പുതിയ കൊടുത്ത് തുടങ്ങിയോ? ഫ്രൈഡ് റൈസ് ബിരിയാണിയൊക്കെ ഉണ്ടോ? ബിരിയാണി അല്ല, ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടുണ്ട്. കൊള്ളാം. ഇപ്പം വേറെ ഇതേപോലുള്ള മറ്റു സ്റ്റേറ്റിലുള്ള കുട്ടികൾ ധാരാളം ഉണ്ട് ഇവിടെ കേരളത്തിൽ. രാജ്യങ്ങളിലേക്ക് എന്റെ അച്ഛനെ പോലെ ഇതേപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വരും. ഇവിടെ പഠിക്കാനൊന്നും കിട്ടാൻ വരും. സ്കൂളിൽ പോവാത്തുണ്ട് അല്ലേ? അവന് എന്തൊരു മനോഹരമായ ദൃശ്യമാണല്ലോ. ഏറ്റവും സ്നേഹത്തോടെ ഒരു കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന മന്ത്രി വി ശിവൻകുട്ടിയെ നമുക്ക് കാണാൻ കഴിയും. എപ്പോഴും അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, മന്ത്രി അപ്പൂപ്പൻ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി കുട്ടികളോട് സംസാരിക്കുമ്പോൾ പറയാറുള്ളത്. ആ ഒരു സ്നേഹവും നിഷ്കളങ്കതയും ഒക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. ആ കുഞ്ഞുങ്ങൾ സ്വന്തം വീട്ടിലെത്തിയ ഒരു സ്നേഹത്തോടെ മന്ത്രി അപ്പൂപ്പനോട് സംസാരിക്കുന്നത് എത്ര സുന്ദരമായൊരു കാഴ്ചയാണ്. ഒന്ന് ഓർത്തു നോക്കൂ, ആ വകുപ്പ് ഏറ്റവും മികവുറ്റ രീതിയിൽ ഏറ്റവും മിഴിവോടെ കൈകാര്യം ചെയ്തൊരു മന്ത്രി ആ കുഞ്ഞുങ്ങൾക്ക് ആ വീട്ടിലേക്ക്, മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ കയറി ചെല്ലാൻ പറ്റുന്നു, മന്ത്രിയോട് സംസാരിക്കാൻ പറ്റുന്നു. ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഒരു വേറിട്ട കാഴ്ചയിലേക്ക് നിങ്ങളെ കൂട്ടുകയാണെന്ന്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കുട്ടികളോ എന്ന് അത്ഭുതപ്പെടുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ. തീർച്ചയായും ഞാനും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കുട്ടികളോ എന്നതിൽ അത്ഭുതപ്പെട്ടിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത്തരത്തിലുള്ള വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിൽ പഠിക്കുന്നുണ്ട് എന്ന്. എത്രയോ പേർ അഭിപ്രായങ്ങൾ പറയുന്നത്. രാധാകൃഷ്ണൻ എഴുതുന്നുണ്ട്, മന്ത്രി ശിവൻകുട്ടിക്ക് അഭിവാദ്യങ്ങൾ. ടി പി കൃഷ്ണൻ പറയുന്നു, കേരളം ലോകത്തിന് തന്നെ തിലകക്കുറിയാകും. ഈ കുട്ടികൾ കേരളത്തിൽ എങ്ങനെ എത്തി, കൗതുകം തന്നെ എന്ന് ആർ കെ പറയുന്നുണ്ട്. അഫ്ഗാൻ കുട്ടികൾക്ക് അഭിവാദ്യങ്ങൾ എന്നാണ് ആനന്ദൻ പറയുന്നത്. ജോർജ് ആളൂർ എഴുതുന്നു, അതിസുന്ദരമായ കാഴ്ച, അടിപൊളി കാഴ്ചയെന്ന് അനശ്വര പറയുന്നു. അങ്ങനെ ഇവർ കേരളത്തിൽ എങ്ങനെ എത്തി എന്നോട് ആനന്ദൻ ചോദിക്കുന്നുണ്ട്. എനിക്കും അത് അറിയാൻ കൗതുകമുണ്ട്. ഞാനത് അറിഞ്ഞതിന് ശേഷം നാളത്തെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ അത് പറയാം ആനന്ദൻ. അപ്പോൾ അങ്ങനെ എത്രയോ മനോഹരമായ കാഴ്ച. താലിബാൻ കുഞ്ഞുങ്ങളും മന്ത്രി ശിവൻകുട്ടിയും രാവിലെ നല്ല കാഴ്ച. താലിബാൻ കുഞ്ഞുങ്ങളല്ല, താലിബാൻ കാരണം അവിടെ പഠിക്കാൻ അവസരമില്ലാതെ പോയ അഫ്ഗാനിസ്ഥാൻ്റെ യഥാർത്ഥ മക്കൾ, അവരാണ് താജുദ്ദീൻ ആ കുഞ്ഞുങ്ങൾ. അതാണ് ഈ രാവിലത്തെ ഏറ്റവും നല്ല കാഴ്ച. മന്ത്രി കുറച്ചു നേരത്തേക്ക് ഒരു കുട്ടിയായി മാറിയെന്ന് ജോർജ് ആളൂർ പറയുന്നുണ്ട്. ശിവൻകുട്ടി, ആ പേരിൽ തന്നെ ഉണ്ട് കുട്ടിത്തം അല്ലേ, ഏറ്റവും സ്നേഹം. അതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സാരംഗ് എന്നോടൊപ്പം ചേരുകയാണ് ഈ മനോഹരമായ കാഴ്ചയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനായി. സാരംഗ്, എത്ര രസമായിരുന്നു ആ കാഴ്ച. രാവിലെ ഇങ്ങനെ കണ്ടാലും മതി വരാതെ നമ്മളിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു ആ സ്നേഹദൃശ്യങ്ങൾ.
തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ രസകരമായ ഒരു നിമിഷം തന്നെയായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ റോസ് ഹൗസിലേക്കാണ് ഇത്തരത്തിൽ 5ഓളം വിദ്യാർത്ഥികൾ വന്നത്. അഫ്ഗാൻ വിദ്യാർത്ഥികളാണ് ഇവരെല്ലാവരും. ശ്രീകാര്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇവർ പ്രധാനമായും ഇവർ വന്നത് ഇത്തരത്തിൽ അവിടെ ഒരു പൊതുപരിപാടി ഉണ്ടായിരുന്നു, അതായത് സ്കൂളിലൊരു പൊതുപരിപാടി ഉണ്ടായിരുന്നു. ആ പൊതുപരിപാടിക്ക് പങ്കെടുക്കുകയാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഈ കുട്ടികളെക്കുറിച്ച് കാണുന്നതും അല്ലെങ്കിൽ അറിയുന്നതും തുടർന്ന് അവരെ പരിചയപ്പെടുന്നതും. അങ്ങനെ ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിൽ ഈ കുട്ടികളെ തൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ക്ഷണിക്കുന്നതും, അതായത് ഒരു പ്രഭാത വിരുന്നിന് ക്ഷണിക്കുന്നതും. എന്തിനാലും അല്പം സമയം മുമ്പാണ് കുട്ടികളിങ്ങനെ എത്തി. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുമായി നർമ്മ സല്ലാപത്തിൽ ഏർപ്പെട്ടു. വിദ്യാഭ്യാസ മന്ത്രി അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. നമ്മൾ നേരത്തെ കണ്ട സംഭാഷണങ്ങളിൽ തന്നെ വ്യക്തമാക്കും, അത്രയും മനോഹരമായിട്ട് വളരെ ലാളിത്യത്തോടെയാണ് മന്ത്രി കുട്ടികളോട് ഓരോ കാര്യങ്ങളും ചോദിച്ചറിയുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ചെറിയ രീതിയിൽ മലയാളം അറിയാം. ആ മലയാളം വെച്ച് തന്നെ അവർ വിദ്യാഭ്യാസ മന്ത്രിക്ക് അവരുടെയൊക്കെ കുട്ടികളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ മന്ത്രി അപ്പൂപ്പന് മറുപടിയും നൽകുന്നുണ്ട്. ആ ഒരു സന്തോഷത്തിൻ്റെ സല്ലാപത്തിൻ്റെയൊക്കെ ഒരു സന്ദർഭമായിരുന്നു, അല്ലെങ്കിൽ ഒരു നിമിഷം തന്നെയായിരുന്നു. 5 കുട്ടികളാണ് വന്നിരുന്നത്. ഇവരുടെ പേരുകൾ മാർവ റഹീമി, അതുപോലെ തന്നെ അഹമ്മദ് മുസമൽ, അഹമ്മദ് മൻസൂർ, അഹമ്മദ് മെഹർ, മഹസാന, അതുപോലെ തന്നെ അങ്ങനെ 5 പേരാണ് വന്നത്. അതിൽ ഒരു കുട്ടി കൂടിയുണ്ട്, 6 പേരുണ്ട്. അതിലൊരാൾ ഇന്ന് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഷഫീഖ് റഹീമി, അതുപോലെ തന്നെ സർഹാന റഹീമി തുടങ്ങിയ ദമ്പതികളുടെ കുട്ടികളാണ് ഇവരെല്ലാവരും തന്നെ ഇത്തരത്തിൽ ഈ ശ്രീകാര്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇവിടെ തിരുവനന്തപുരത്ത് ഗവേഷണം റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഫാമിലിയായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കുട്ടികളെ ഇത്തരത്തിൽ ഈ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നത്.